ആക്സിഡന്റായി 2-3 പേരെ കൊണ്ടുവന്നിരുന്നു. അതിൽ ബാലഭാസ്കറിന്റെ അടുത്ത് പോയി സംസാരിച്ചത് ഞാനാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയപ്പോൾ അങ്ങേർക്ക് ബോധമുണ്ടായിരുന്നു. വീഡിയോയിലൊക്കെ കണ്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുകയായിരുന്നു. ബാലഭാസ്കർ അല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം അതേ എന്ന മറുപടിയും നൽകി. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി ഓർമ്മയില്ലായിരുന്നു. ആക്സിഡന്റ് ആണോ എന്ന് എടുത്തെടുത്ത് ചോദിച്ചപ്പോഴാണ് ഉറങ്ങുമായിരുന്നു എന്നും വലിയ ശബ്ദം കേട്ടപ്പോഴാണ് ഓർമ്മ വന്നത് എന്നും അദ്ദേഹം പറഞ്ഞത്. ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചാനലിൽ വന്ന ഒരു വീഡിയോ. ഞാൻ ഇന്ന് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഏകദേശം 244 പേര് മാത്രമേ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഒക്കെ നേരത്തെ തന്നെ ഒരുപാട് ആളുകളിലേക്ക് എത്തിയായിരുന്നെങ്കിൽ ചിലപ്പോ ഇപ്പോ ഈ ഒരു ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പരാമർശങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവായി കിട്ടിയേനെ. നമ്മുടെ പോലീസുകാരും CBIയും ഒക്കെ ഒരുപാട് അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ പറ്റാത്ത ഒരു ഉത്തരം, അതായത് ആരായിരുന്നു ശരിക്കും ആ കാറന്ന് ഓടിച്ചിരുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനുള്ള ഉത്തരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ആരുമല്ല, അത് ബാലഭാസ്കർ തന്നെ. അത് ബാലഭാസ്കറിനെ ആ ഒരു സമയത്ത്, അതായത് ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പം ഹോസ്പിറ്റലില് ഈ ഒരു എമർജൻസി വാർഡില് ബാലഭാസ്കറിനെ അറ്റൻഡ് ചെയ്ത ഡോക്ടറിനോട് ബാലഭാസ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആ ഡോക്ടർ വന്ന് പുറത്ത് പറഞ്ഞിട്ട് പോലും ആരും ശ്രദ്ധിച്ചില്ല. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണൂ, എന്നിട്ടേ ഞാൻ ബാക്കി സംസാരിക്കുന്നുള്ളൂ ഇനി. ആൻഡ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ചാനലിൽ കണ്ട ആ രീതിയിൽ തന്നെ, ആ ഒരു ഫോമാറ്റിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. കുറച്ച് എഡിറ്റ് ഒക്കെ വരുത്തിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എന്തായാലും ഈ ഒരു ചാനലിൽ ഒരു വ്യക്തി വന്ന് സംസാരിക്കുന്നുണ്ട്. അയാൾ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കേൾക്കുക. എന്നാൽ കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ കൂടി രംഗത്തെത്തുമ്പോൾ കേസിൽ തുമ്പുണ്ടാവുകയാണ്. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോഴും ബാലഭാസ്കറിന് ബോധമുണ്ടായിരുന്നുവെന്ന് രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഫൈസൽ വെളിപ്പെടുത്തുകയാണ്. 10 മിനിറ്റോളം ബാലഭാസ്കർ ബോധത്തോടെയായിരുന്നുവെന്നും ഡോക്ടർ ഫൈസൽ വ്യക്തമാക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു, അപകടത്തിന്റെ ശബ്ദം കേട്ട് മാത്രമാണ് ഉണർന്നത് എന്ന് ബാലഭാസ്കർ അവസാനമായി പറഞ്ഞുവെന്നാണ് ഡോക്ടർ ഫൈസൽ ഓർമ്മിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായില്ല എന്നും ബാലഭാസ്കർ ഡോക്ടർ ഫൈസലിനോട് വ്യക്തമാക്കുകയായിരുന്നു. ഡോക്ടർ ഫൈസലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ഡോക്ടർ ഫൈസലിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ പോലീസുകാരും CBIയും ഒക്കെ തലകുത്തി മറിയുകയാണ്. എല്ലാവർക്കും ഇപ്പോഴും സംശയമാണ് ആരാണ് ആ വണ്ടി ഓടിച്ചത് എന്നുള്ള കാര്യത്തിൽ. അന്ന് ആ ഒരു വണ്ടിയുടെ ഡ്രൈവറായിട്ടുണ്ടായിരുന്ന അർജുൻ ആദ്യമേ പറഞ്ഞു ഞാനാണ് ഓടിച്ചത്. അത് കഴിഞ്ഞ് മൊഴി മാറ്റി. മനസ്സിലായില്ലേ? അത് നമ്മുടെ ബാലഭാസ്കറിന്റെ വൈഫ് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാണ് അർജുൻ ആ ഒരു വാക്ക് മാറ്റി പറഞ്ഞത്, മൊഴി മാറ്റിയതെന്ന് അറിയില്ല, ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും എന്ന് ലക്ഷ്മി കഴിഞ്ഞ ദിവസത്തെ ലക്ഷ്മിയുടെ ഇന്റർവ്യൂലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും നമുക്ക് സംശയമാണ്, ഇതിൽ ആര് പറയുന്നത് നമ്മൾ വിശ്വസിക്കും, ആരായിരിക്കും ശരിക്കും ഓടിച്ചത്. അതുപോലെ തന്നെ കലാഭവൻ ശോഭിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുറത്തേക്ക് വലിച്ചഴിച്ച് ഉപദ്രവിക്കുന്നതൊക്കെ കണ്ടു. ഈ ഒരു വിഷയത്തിൽ ഞാൻ ഈ ഒരു ബാലഭാസ്കറിന്റെ വിഷയമായി ചെയ്ത ആദ്യത്തെ വീഡിയോയിൽ തന്നെ എന്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുന്നുണ്ടായിരുന്നു. അതായത് ചിലപ്പോൾ ബാലഭാസ്കർ ഈ ഒരു പറയുന്ന പോലെ തന്നെ വണ്ടിയുടെ ബാക്കിൽ കിടന്ന് ഉറങ്ങുമായിരുന്നായിരിക്കും. വണ്ടി ആക്സിഡന്റ് ആക്കിയത് ചിലപ്പോൾ ഈ ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് കേസും ഒക്കെ ആയിട്ട് ഒരുപാട് ബന്ധങ്ങളുള്ള ഡ്രൈവർ കൂടിയായിട്ടുള്ള അർജുൻ ചിലപ്പോൾ ആ വണ്ടിയിൽ എന്തെങ്കിലും കടത്തിയിട്ടുണ്ടായിരിക്കാം. അത് അപകരിക്കാൻ വന്ന ആളുകൾ വണ്ടി ആക്സിഡന്റ് ആക്കി ആ സാധനം എടുത്തുകൊണ്ട് പോയി കാണും. അങ്ങനെ ആയിരിക്കാം സംഭവിച്ചത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഈ ഒരു ഡോക്ടറിന്റെ ഒക്കെ വാക്കുകൾ കേൾക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ ഒരു ചാനലിൽ വന്ന വാർത്ത കേൾക്കുമ്പോഴത്തേക്ക് ബാലഭാസ്കർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി പുറകിലായിരുന്നു, പുള്ളി ഉറങ്ങുകയായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞതുമായി തന്നെ ഇന്നും ഉറച്ചു നിൽക്കാനാണ് എനിക്ക് താല്പര്യം. എന്തായാലും ബാക്കിയും കൂടെ നിങ്ങൾ കാണുക, കേൾക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഏകദേശം 10 മിനിറ്റിനകം ആ ഹോസ്പിറ്റലിലേക്ക് ബന്ധുക്കളെത്തുകയും പ്രാഥമിക ശുശ്രൂഷ ബാലഭാസ്കറിനും ഭാര്യയ്ക്കും കുഞ്ഞിനും നൽകിയതിന് ശേഷം ഇവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നുമാണ് ഡോക്ടർ ഫൈസൽ പറയുന്നത്. അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് ബാലഭാസ്കർ തന്നെയാണെന്നാണ് കൂടെയുണ്ടായിരുന്ന ഡ്രൈവർ അർജുനും പറഞ്ഞിരുന്നത്. ഈ മൊഴി തെറ്റെന്ന് തെളിയിക്കുന്ന നിർണായകമായ വെളിപ്പെടുത്തൽ തന്നെയാണ് ഡോക്ടർ ഫൈസൽ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്, പക്ഷേ ഇന്റേൺഷിപ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു. 10 മിനിറ്റ് മാത്രമായിരുന്നു ഞാൻ പേഷ്യന്റുമായി സംസാരിച്ചത്.
സർജറി വിഭാഗത്തിൽ ഇന്റേൺഷിപ്പിനിടെ കാഷ്വാലിറ്റി നൈറ്റ് ഡ്യൂട്ടി പോസ്റ്റിംഗ് ഉണ്ടായിരുന്ന സമയത്താണ് ഈ പേഷ്യന്റിനെ അവിടേക്ക് കൊണ്ടുവന്നത്. അർദ്ധരാത്രിയിലാണ് കൊണ്ടുവന്നത്. കൃത്യസമയം തനിക്ക് ഓർമ്മയില്ല. ആക്സിഡന്റായി 2-3 പേരെ കൊണ്ടുവന്നിരുന്നു. അതിൽ ബാലഭാസ്കറിന്റെ അടുത്ത് പോയി സംസാരിച്ചത് ഞാനാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയപ്പോൾ അങ്ങേർക്ക് ബോധമുണ്ടായിരുന്നു. വീഡിയോയിലൊക്കെ കണ്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുകയായിരുന്നു. ബാലഭാസ്കർ അല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം അതേ എന്ന മറുപടിയും നൽകി. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി ഓർമ്മയില്ലായിരുന്നു. ആക്സിഡന്റ് ആണോ എന്ന് എടുത്തെടുത്ത് ചോദിച്ചപ്പോഴാണ് ഉറങ്ങുമായിരുന്നു എന്നും വലിയ ശബ്ദം കേട്ടപ്പോഴാണ് ഓർമ്മ വന്നത് എന്നും അദ്ദേഹം പറഞ്ഞത്. വൈഫ് ലക്ഷ്മി അവിടെ കരയുന്നുണ്ടായിരുന്നു. ശബ്ദം കേട്ട ലക്ഷ്മിയാണോ എന്നും ബാലഭാസ്കർ ചോദിച്ചിരുന്നു. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മിയാണ്, അവർക്ക് കുഴപ്പമില്ല എന്നായിരുന്നു മറുപടി നൽകിയത് എന്നും ഡോക്ടർ വ്യക്തമാക്കുകയാണ്. അദ്ദേഹം വണ്ടി ഓടിക്കുകയായിരുന്നു ഇല്ലയോ എന്നൊന്നും തനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പിന്നീട് എക്സാമിൻ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് രക്തമൊലിക്കുന്നതായി ഒന്നും തന്നെ ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 2 കൈകളും ഫീൽ ചെയ്യുന്നില്ല എന്ന് മാത്രം. അപ്പോൾ തന്നെ സ്പൈനൽ കോഡിൽ പരിക്കേറ്റിരിക്കാം എന്ന് സംശയിക്കുകയും ചെയ്തിരുന്നു. അവിടെ നിന്ന് സ്കാനിങ് എഴുതാൻ പോകുമ്പോഴേക്കും റിലേറ്റീവ്സ് വരികയും അവരെല്ലാവരും ചേർന്ന് അനന്തപുരിയിലേക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുകയാണെന്ന് അറിയിക്കുകയും ചെയ്തു. ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മുടെ ബാലഭാസ്കറിന് ബോധമുണ്ടായിരുന്നു. അദ്ദേഹത്തെ ആദ്യം നോക്കിയ ഡോക്ടറോട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചെന്നുള്ളത്. അദ്ദേഹത്തിന് ആ ഒരു ബോധമുള്ള സമയത്ത് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറിയ രീതിയിൽ ഒരു ഓർമ്മ ഇതാണ്, ഞാൻ ഉറങ്ങുകയായിരുന്നു വണ്ടിയിൽ, പെട്ടെന്നാണ് ഒരു ഒച്ച കേൾക്കുന്നത്. ഇത് അന്നേ പറഞ്ഞു വെച്ചിരുന്നു. വേറൊന്നും ഈ ഒരു എന്താണ് ഈ മൊഴി കൊടുത്ത ഡ്രൈവറിന്റെ അർജുൻ, മാറ്റി മറിച്ചു ഒക്കെ പറഞ്ഞ അർജുൻ, അയാൾ പറഞ്ഞത് വളരെ പച്ചക്കള്ളമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് അവിടെ തന്നെ തെളിയിക്കാമായിരുന്നു. എന്നിട്ടും തെളിയിക്കാൻ ഇവിടെ ആരും മുന്നോട്ട് വന്നില്ല. ഈ ഫൈസൽ എന്ന് പറയുന്ന ഈ ഒരു ഡോക്ടറിന്റെ ഒരു ഇദ്ദേഹം പറഞ്ഞ കാര്യം ഒരു മൊഴിയൊക്കെ ആയിട്ട് രേഖപ്പെടുത്തിയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അർജുൻ പറഞ്ഞത് കള്ളമാണെന്ന് അന്നേ തെളിയാനെ. ഇത് അതിനൊന്നും നിൽക്കാതെ എങ്ങും എത്താതെ, സത്യം പറയാലോ, ലിറ്ററലി അതാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. എങ്ങും എത്താതെ ഈ കേസ് ഇതാ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നു. എങ്ങും എത്താനും ചാൻസ് ഇല്ല. ഇനിയിപ്പോ വേറൊരു രീതിയിൽ നമുക്ക് ചിന്തിക്കാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു പെർസ്പെക്റ്റീവ് വേറൊരു രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു ഫൈസൽ എന്ന് പറയുന്ന ഡോക്ടറിനെ വരെ ആരെങ്കിലും വിലക്കെടുത്തതാണെങ്കിലോ, അദ്ദേഹം ഈ വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളത്തരമാണെങ്കിലോ, ചിലപ്പോ ഇങ്ങനൊന്നും ബാലഭാസ്കർ പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിലോ, അങ്ങനെ കൂടെ നമ്മൾ ചിന്തിക്കണം ഈ ഒരു വിഷയത്തിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡോക്ടറിനെ പോലും ആരോ വിലക്കെടുത്തു ഇങ്ങനെ ഒരു മൊഴി കൊടുക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി. സത്യം ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കാം. ഞാൻ ആദ്യം തൊട്ട് പറയുന്നുണ്ട്, ഒരു ഊരാ കുടുക്കാണ് ഈ ഒരു ബാലഭാസ്കറിന്റെ മരണം എന്ന് പറഞ്ഞ് ഇപ്പൊ പോലീസുകാരൊക്കെ കേസെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണമൊക്കെ ഒരു ഊരാ കുടുക്ക് തന്നെയാണ്. ഇത് എവിടെ ചെന്നെത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ശൂന്യതയിലായിരിക്കും ചെന്നെത്താൻ പോകുന്നത്. തെളിയും എന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം വേറൊന്നുമല്ല, പുറകിൽ വലിയ 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 തിമിംഗലങ്ങളായിരിക്കും. ഇല്ലെങ്കിൽ എവിടെ ഇതിന്റെ പേരിൽ ഏതെങ്കിലും ഒരുത്തിന് ഇപ്പോഴകത്ത് കിടപ്പുണ്ടോ? കിടപ്പുണ്ടെങ്കിൽ തന്നെ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തിനെ പിടിച്ച് കൊണ്ടുവന്ന് ഇട്ടാൽ തന്നെ മറ്റേ സ്വർണ്ണക്കട്ടിയിലായിരിക്കും ചിലപ്പോൾ കിടന്ന് ഉറങ്ങാൻ പോകുന്നത്, ജയിലിലൊക്കെ. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എത്ര വർഷമായി ഒരു ആക്സിഡന്റ് കേസ്, അതിനകത്ത് ഉണ്ടെന്ന് സംശയിക്കുന്നവന്മാരെല്ലാം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ വൻ ടീമുകൾ, ഇതൊക്കെ അറിഞ്ഞിട്ടും ഇവിടെ കേസ് തെളിയുന്നില്ല. ഒരു ആക്സിഡന്റ് കേസായി മാത്രം ഇങ്ങനെ കിടക്കുകയാണ് ഇന്നും. എന്താണെങ്കിലും ഞാൻ അതിന്റെ വേറൊരു പെർസ്പെക്റ്റീവ് ആണ് പറഞ്ഞത്. എനിക്കറിയില്ല, ഫൈസൽ എന്ന് പറയുന്ന ഡോക്ടർ പറഞ്ഞത് എല്ലാം 100% സത്യമാണെങ്കിൽ ഇറ്റ്സ് ഡൺ, ക്ലിയർഡ് ആണ്. അവിടെ കൂടുതലൊന്നും നമ്മൾ ഇനി നോക്കേണ്ട കാര്യമില്ല. ചിലപ്പോ അതിനകത്ത് സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കലാഭവൻ ശോഭി പറഞ്ഞാണ് ആരൊക്കെയോ ഒന്ന് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഒരു തോട്ട് പുള്ളി ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. പുള്ളി പറയുന്നത് കേട്ടിട്ട് ഒരിക്കലും പുള്ളി കള്ളം പറയുന്ന പോലെ നമുക്ക് ഇതുവരെ ആയിട്ടും തോന്നിയിട്ടില്ല. പുള്ളിയുടെ ആ ഒരു ബോഡി ലാംഗ്വേജും പുള്ളി അത്ര അറ്റമെന്റ് ആയിട്ട് നിന്ന് പറയുന്ന കേൾക്കുമ്പോഴും ചിലപ്പോൾ അങ്ങനെയുള്ള കള്ളന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതുകൊണ്ട് അതും നമ്മൾ നോക്കണം. പക്ഷെ വാട്ടെവർ, പുള്ളി പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ചിലപ്പോൾ ഇതേ കണക്ക് കാർ ആക്സിഡന്റ് ആക്കി ചിലപ്പം ഇവരെ ഉപദ്രവിച്ചു എന്ന് പറയുന്നത് ചിലപ്പം ബാലഭാസ്കറിനെ ആയിരിക്കില്ല. ചിലപ്പോൾ ഈ ഫ്രണ്ടിൽ ഇരുന്നിരുന്ന് അവനെ അർജുനെ പിടിച്ച് ചിലപ്പോൾ 2 ഇടിയൊക്കെ ഇടിച്ചിട്ട് സാധനം എടുത്തുകൊണ്ട് പോയതായിരിക്കാം. എന്താണെങ്കിലും പ്രതീക്ഷ വെക്കുന്നു, ചെറിയ രീതിയിൽ. വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എവിടെയോ ഒരു അറ്റവും മൂലയിൽ ഒരു കുഞ്ഞു പ്രതീക്ഷ. ഇതിപ്പോ ഈ ഒരു സാധനമൊക്കെ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് പോലീസുകാരോ CBI ഒന്നുകൂടെയൊക്കെ അന്വേഷിച്ച് നല്ല രീതിയിൽ നേരത്തെ പോലല്ല, നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് തെളിവൊക്കെ ഉണ്ടല്ലോ,
കണ്ടുപിടിക്കാൻ പറ്റിയാൽ അത് കേരള ചരിത്രത്തിൽ തന്നെ ഒരു ഏടായിട്ട് എടുത്ത് വെക്കാം ഇവിടുത്തെ പോലീസുകാർക്കൊക്കെ കേട്ടാ. കാരണം CBI വന്നിട്ടെങ്കിലും ഇതിന് മുമ്പ് അതൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഇത്രയായില്ലേ, ഒരു കേസ് ഇത്രയും വർഷം കൊണ്ട് പിന്നെയും തെളിഞ്ഞു. എന്താണെങ്കിലും ബാലഭാസ്കറിന്റെ അച്ഛനാണെങ്കിലും പറയുന്നുണ്ടല്ലോ, എന്റെ മോന് സ്വർണ്ണക്കള്ളക്കടത്തിൽ ഒരു കൈ ഉണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം എന്നൊക്കെ അച്ഛൻ പറയുന്ന പോലെ തന്നെ എന്നെങ്കിലും ഒന്ന് വന്ന കൊള്ളായിരുന്നു. ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയോടൊക്കെ ഒരു ചിരിയെങ്കിലും തുള്ളി ഒരു അവിടെ ആ മൂലക്ക് ഇച്ചിരി ഒരു വിശ്വാസമൊക്കെ വരും. ഇല്ലെങ്കിൽ കാർക്ക് ചെയ്ത് ഉപ്പും കേട്ടോ. അത്രേ ഉള്ളൂ, ഞാനത് എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ, വേറെ കൂടുതലൊന്നും ഇല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ അങ്ങോട്ട് സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക.